യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം പ്രിയരെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ അകത്ത് വിടുതൽ വേണം, പ്രാണന് സൗഖ്യം ലഭിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ അകത്ത് സൗഖ്യം ലഭിക്കുന്നത്? ആ വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയരെ. നമ്മുടെ ആത്മാവ്, പ്രാണൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രാണൻ എന്ന് ബൈബിളിൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്കറിയാലോ, 3 വ്യക്തിത്വങ്ങൾ ചേർന്നാണല്ലോ നമ്മുടെ വ്യക്തി. അപ്പൊ നമുക്ക് പ്രാണൻ എന്ന് പറയുന്ന മേഖല നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആത്മാവ്. പ്രാണൻ എന്ന് പറയുന്നത് മനസ്സിനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ബൈബിളിലെ ഒട്ടുമിക്ക വാക്യങ്ങളിലും പ്രാണൻ 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 എന്ന പല വാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ പ്രാണൻ എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് മനസ്സാണ്. അപ്പം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് എന്ത് സംഭവിക്കണം? വിടുതൽ ലഭിക്കണം. വിടുതൽ ലഭിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ആ വിടുതൽ ലഭിച്ചാലാണ് നിങ്ങൾക്ക് ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളവരായി തീരാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആത്മാവിൽ സ്വാതന്ത്ര്യം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ നന്മകൾ എന്താണ്? കർത്താവ് പറഞ്ഞല്ലോ, പാലും തേനും ഒഴുകുന്ന ദേശം. അപ്പോൾ വലിയ കനാൻ ദേശം. അവിടെ എന്തുണ്ട്? സമൃദ്ധിയുണ്ട്. സകല മേഖലയിലും സമൃദ്ധിയുണ്ട്. ഈ സമൃദ്ധി ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? കനാൻ ദേശം എന്ന് പറയുന്നത് ദേ ഇരിക്കുന്ന സ്ഥലമാണ്. ആത്മാവ്, മനുഷ്യന്റെ ആത്മാവിലാണ് എത്തിച്ചേരുമ്പോഴാണ് നിങ്ങൾക്ക് സമൃദ്ധിയുള്ളവരായി തീരണം. പക്ഷേ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുമോ? ആത്മാവിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 2 മേഖലയുണ്ട്. മനസ്സും ശരീരവും എന്ന് പറഞ്ഞ സംഭവം 2 മേഖലകളെ കടന്നു വേണം ആത്മാവിലെത്താൻ. അപ്പൊ ഇതിനെപ്പോഴും ഈ ആത്മാവിന്റെ ഈ സമൃദ്ധിയിലെത്താൻ നമ്മളെ സമ്മതിക്കാത്തിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സാണ്. അപ്പൊ മനസ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരീരമുണ്ട്. ശരീരത്തിലൂടെ പുറമേയുള്ള കാര്യങ്ങളിലൂടെ, വാക്കുകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെമ്മറീസ്, പഴയകാല ഓർമ്മകൾ. ഇപ്പോൾ കൂടെ നിൽക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ വാക്കുകളിലൂടെയും അവരുടെ സംസാരത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് മുറിവേറ്റിട്ടുണ്ടാവും. ഈ മുറിവുകളെല്ലാം നിറച്ച് എവിടെ വെക്കും? നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അടുക്കി വെക്കും. എന്നെ ആ സഹോദരി എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചു, എന്നെ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഓരോ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പെയിൻഫുള്ളായിട്ട് നമ്മുടെ അകത്ത് നിൽക്കും. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പ്രാക്ടിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചാൽ നമുക്ക് എത്രത്തോളം വേദന. നമുക്ക് ആ മുറിവ് വന്ന സ്ഥലത്ത് ഭയങ്കര വേദനയായിരിക്കും അല്ലേ? അതൊന്നും മുറിവ് സൗഖ്യമാകുന്നത് വരെ നമ്മുടെ ചിന്തകൾ എപ്പോഴും എന്തായിരിക്കും? ആ മുറിഞ്ഞ സ്ഥലത്തായി. അപ്പം ചെറിയ സ്ഥലത്ത് ചെറിയ മുറിവ് വരുവാണെങ്കിൽ നമ്മുടെ മുഴുവൻ ചിന്തകളും ആ ഒരു മുറിവിലേക്ക് ആകുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മുറിവുകൾ നമ്മുടെ മനസ്സിനകത്ത് വന്നാൽ, ഇത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ മനസ്സിനകത്ത് മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം അസ്വസ്ഥരായിരിക്കും, അസമാധാനമുള്ളവരായിരിക്കും. അപ്പം ഈ അസമാധാനം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞാൽ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കയ്പുകൾ വരും, കുറ്റം വരും, പിന്നെന്താ പറയുക, ആകെ ഒരു അസ്വസ്ഥ ഡിസോർഡർ ആയിട്ടിരിക്കുന്ന ഒരു അനുഭവം. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാവും, നിങ്ങളകത്ത് മുറിവ് വന്നിട്ടുണ്ട്. അപ്പം മുറിവ് കെട്ടുന്നത് ആരാണ്? ആ മുറിവ് കെട്ടുന്ന ആളാണ് നമ്മുടെ യേശു കർത്താവ്. അപ്പം യേശുവിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിലൂടെ നമ്മുടെ മനസ്സിനെ സൗഖ്യമാക്കി തരും. അതാണ് യേശു കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശു എന്തിനായി ഭൂമി വന്നത്? യെശയ്യാ പ്രവചനത്തിലാണ് പറയുന്നിരിക്കുന്നത്, എളിയവരോട് സദ്വർത്തമാനം പറയണം. അപ്പൊ എളിയവരും ദരിദ്രരായവരോട് സദ്വർത്താനം പറയണം. അപ്പം നമ്മൾ വിചാരിക്കും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പത്തില്ലാതെ പോകുന്ന, അങ്ങനെയല്ല. ദാരിദ്ര്യം എന്ന് പറയുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ഈ മനസ്സിന്റെ വിഭവം ഉണ്ടല്ലോ, ആത്മാവ്, മനസ്സ്, ശരീരം, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഇല്ല. അപ്പൊ ഈ ഒരു മേഖലയെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സമ്പന്നരായി തീരണമെന്ന് ആഗ്രഹിക്കും. ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾ സമ്പന്നനായി തീരണം. എന്താണ്? ആത്മാവിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരും തിരിച്ചറിവ് പ്രാപിക്കുന്നവരായി തീരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ എന്തായിരിക്കും? ആത്മാവിൽ നിങ്ങൾ ദരിദ്രരായിട്ടിരിക്കുകയാണ്. അതാ പറയുന്നത്, ദരിദ്രരോട് എന്ത് ചെയ്യും? സദ്വർത്തമാനം. എന്താ? ആത്മാവിനെ കുറിച്ചുള്ള വർത്തമാനം പറയുവാൻ കർത്താവിന് എന്ത് ചെയ്തു? യേശുവിനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു എന്നാ പറയുന്നത്. അടുത്ത പറയാ, യഹോവയുടെ ആത്മാവ് ആരോടെ ഇരുന്നു? യേശുവിനോടെ ഇരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൂടെ ഇരുന്നാൽ മാത്രമേ, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ലഭിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമുക്ക്
ദാരിദ്ര്യം മാറത്തുള്ളൂ. ദാരിദ്ര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സ്, ശരീരം, ആത്മാവ്, ഈ മൂന്നും പ്രവർത്തിക്കുന്ന മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യം. അതിനാണ് കർത്താവ് ഹൃദയം നുറുങ്ങിയവർക്ക്, അപ്പൊ ഹൃദയം തകർന്നവർക്ക് മുറിവ് കെട്ടണം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുക? ഹൃദയം തകർന്നവർ. അപ്പൊ ഈ നമ്മള് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം തകരും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അകത്ത് മുറിവുകൾ കൊണ്ട് നിറയും. ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെ മുറിപ്പെടുത്തുക എന്നുള്ളതാണ്. അനേക വഞ്ചനകളിലൂടെയും ചതിയിലൂടെയും അനേകരുടെ തെറ്റായ വാക്കുകളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സുകൾ മുറിഞ്ഞിരിപ്പുണ്ട്. ആരും നമുക്ക് ആശ്വാസവാക്കുകൾ കിട്ടും. അപ്പം നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹത്തിലൂടെയാണ് നമുക്ക് സൗഖ്യം നൽകി തന്നെ. അപ്പൊ യേശു കർത്താവ് പറഞ്ഞില്ല, ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കി തരണം. ഹൃദയം തകർന്നവരെ ദൈവത്തിന് മുറിവ് കെട്ടണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ തടവുകാരാണ്. എവിടെയാണ് നമുക്ക് തടവുകാര്? ഈ ആത്മാവിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ ഈ മനസ്സിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കും. മനസ്സും ശരീരത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ഇത് തടവാണ്. ഈ തടവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം നൽകി തരണം. അതിനാണ് യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകി തരുന്നത്. അപ്പൊ എനിക്കറിയാം, ബന്ധന്മാർക്ക് വിടുതലും സ്വാതന്ത്ര്യം അറിയിപ്പാനും. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ യേശു നമുക്ക് പറഞ്ഞു തരുവാനാണ് വന്നത്. അർത്ഥം പറയാം, സ്വാതന്ത്ര്യം അനുഭവിക്കണം. അപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്വാതന്ത്ര്യം എവിടെ ഇരിക്കണത്? ആത്മാവിൽ. അപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യരാണ്. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇപ്പോഴും നമ്മുടെ അകത്ത് ആകെ കൺഫ്യൂഷൻ അല്ലേ? ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങോട്ട് മുന്നോട്ട് പോകും, ഇതൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ഉള്ളിൽ മനസ്സിന് സൗഖ്യം ഉണ്ടാകണം. അപ്പോൾ മനസ്സിന് സൗഖ്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിന് വേണ്ട മരുന്നുകൾ നമ്മൾ കഴിക്കണം. അപ്പം മനസ്സിന് വേണ്ട മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവവചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറയുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിന് ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. അപ്പോൾ ദൈവശബ്ദം കേൾക്കുന്ന സ്ഥലം എവിടെയാണ്? ആത്മാവിൽ. ഈ ആത്മാവിൽ നിന്ന് ദൈവശബ്ദം എവിടെ വരണം? മനസ്സിലേക്ക് വരണം. ഈ മനസ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിലേക്ക് വരണം. ഈ മനസ്സും ശരീരവും നിങ്ങൾക്ക് സമാധാനമായി തീരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ല സൗഖ്യം ഉണ്ടാവും. അപ്പം നിങ്ങളെ മനസ്സിനകത്ത് കൺഫ്യൂഷനായിട്ട് കിടക്കുന്ന, ഏകാഗ്രതയില്ലാതെ ഒന്നിനും ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങളത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. കാരണം എൻ്റെ മനസ്സ് അസ്വസ്ഥനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ അറിയാമോ? കർത്താവ് സൗഖ്യമാക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ ഇരിപ്പിട്ടുന്നതാണ്. അതല്ലേ കർത്താവ് പറഞ്ഞ, ഹൃദയം തകർന്നവർക്ക് ആരുണ്ട്? യേശു ഉണ്ട്. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനാണ് യേശു ഇരിക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഭയങ്കര ബലമായിരിക്കും. നിങ്ങളെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ ആ സമയത്ത് യേശുവിൻ്റെ സാന്നിധ്യം, യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ തൊടുന്ന അനുഭവം ഉണ്ടാവും. ആ ടച്ച് ചെയ്യുന്ന ഫീലിങ് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേറെ സന്തോഷം വേറെ കിട്ടാനുണ്ടോ പ്രിയരെ? ആത്മാവിനെ നമുക്ക് തെളിയിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആ കൃപ അത് പ്രാപിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ നിരാശയിൽ ഇരിക്കരുത്. നിങ്ങൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ പറ്റണം. തെറ്റുകൾ പറ്റിയാലാണ് നമുക്ക് വിജയം ഉണ്ടാകും. തെറ്റുകൾ മനസ്സിലാക്കി അതിനെ തിരുത്തി നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. തെറ്റ് തിരുത്താൻ സഹായിക്കുന്ന ഒരാളെ നമ്മുടെ കൂടെ ഇരിക്കണം യേശു കർത്താവ്. അതാ പറയുന്നത്, നിങ്ങളുടെ സകല പാവങ്ങളെയും, മുറുകെ പറ്റുന്ന എല്ലാ പാവങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യേശു എന്ത് ചെയ്യും? നിങ്ങളുടെ രോഗങ്ങളെ, യേശുവിൻ്റെ രക്തം നമുക്കുണ്ട്. ആ രക്തത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങളെ മൊത്തം ദൈവം സൗഖ്യമാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങളെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കേണ്ട സ്ഥലം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനുള്ളൊരു കൃപ തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളകത്ത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തരും. കാരണം യേശു വന്നേക്കുന്ന ദൗത്യം അതിനല്ലേ, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനും തടവുകാർക്ക് വിടുതൽ നൽകി കൊടുക്കുവാനും സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷത്തെ അറിയിക്കണം. എന്താണ് യഹോവയുടെ പ്രസാദ വർഷം? നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. ആത്മാവിൽ നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നിങ്ങൾ പ്രാപിക്കും പ്രിയരെ. ഈ നിങ്ങളുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നേരെ ഓടിച്ചെന്ന് കയറിയിട്ട് ഈ ആത്മാവിലേക്കൊന്ന് ആയി ചേർന്ന്
നിങ്ങളുടെ ആത്മാവും ദൈവാത്മാവും കൂടിച്ചേർന്ന് വസിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിസ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നിറച്ച്, ദൈവം നമുക്ക് നിറച്ച് ദൈവവചനം കൊണ്ട് നിറഞ്ഞ് നിങ്ങളെ ശക്തിയുള്ളവരായി എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളവരായി തീരും. അപ്പം നമ്മുടെ ഈ പ്രാണന്റെ രോഗത്തെക്കുറിച്ച് നമുക്ക് കുറേ പഠിക്കാനുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾ വചനത്തിലൂടെ പറഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ അകത്ത് പറ്റിയിരിക്കുന്ന കുറേ പാവ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. പക്ഷേ ഈ സ്വഭാവങ്ങളെ നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആ സ്വഭാവങ്ങളെ കുറിച്ച് ജയിക്കുവാനുള്ള ജ്ഞാനം നമുക്ക് പ്രാപിക്കണം. അപ്പം അത് കുറേശ്ശെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദൈവവചനങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ ആ രോഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റെടുത്തിട്ട് ദൈവത്തോട് സംസാരിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ ദൗത്യം എന്താണെന്ന് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു വന്നിരിക്കുന്നത് നിങ്ങളുടെ മുറിവുകളെ കെട്ടാനാണ്. അപ്പം നിങ്ങളുടെ മുറിവുകൾ എന്തൊക്കെയുണ്ടോ ആ എല്ലാ മുറിവുകളും എന്ത് ചെയ്യണം? യേശു കർത്താവിനോട് നിങ്ങൾ സംസാരിക്കണം. എങ്ങനെ സംസാരിക്കും? നിങ്ങളുടെ സകല വിഷയങ്ങളും നിങ്ങളുടെ ആത്മാവിനോട് പറയണം. ഈ ആത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് കേൾക്കും. നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഇത് നേരെ ദൈവത്തിനടുത്തേക്ക് ചെന്നു. ദൈവം തിരിച്ച് നമുക്കുള്ള സൗഖ്യം കർത്താവ് നമ്മളുടെ ആത്മാവിലൂടെ നമ്മുടെ അകത്തേക്ക് പകർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ദൈവവചനങ്ങളെ കൊണ്ട് നിറച്ച് നിങ്ങളുടെ അകത്ത് നല്ല ബലമുള്ള വിശ്വാസികളായി തീർന്ന് നിങ്ങളെ ശക്തരായ ഒരു വിശ്വാസികളായി ദൈവം തീർക്കട്ടെ. ദൈവത്തിൻ്റെ ബലവും ആരോഗ്യവും നിങ്ങളുടെ അകത്ത് ധാരാളമായി ഉണ്ടാകട്ടെ. ദൈവനാമം കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.